അങ്ങനെ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിൽ ഓരോ കുടുംബങ്ങളായി താമസം തുടങ്ങുകയാണ്. ഇന്നലെ 2 കുടുംബങ്ങൾ താമസം തുടങ്ങി. ഇന്ന് ചുരൽമല വില്ലേജ് റോഡിലുള്ള വിനിമോളും കുടുംബവും അവരുടെ വീടുകളിലേക്ക് താമസം മാറി. വാടക വീടുകളിൽ നിന്നൊക്കെ മാറി സ്വന്തമായി വീടെന്ന സ്വപ്നം അങ്ങനെ ഓരോ കുടുംബങ്ങളും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, അപ്പോൾ സ്വന്തമായൊരു വീട്ടിലേക്ക് മാറി, എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല, സന്തോഷം തന്നെയുള്ളൂ. ദുരന്തം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് ഇത്രയും കാലം വാടക വീടുകളിലായിരുന്നു. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മാറുക, കുടുംബങ്ങളൊക്കെ മാറും. അപ്പോൾ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ വീട് നിങ്ങൾക്ക് കൈമാറി. അതെ, എൻ്റെ വീട് പോയതിനേക്കാളും നല്ലൊരു വീടാണ് എനിക്ക് നല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല. അത്രയും വലിയൊരു സഹായമാണ് അവർ ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവരെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളേ ഉള്ളൂ. എന്താ വേണ്ടത് ഒക്കെ അവർ വിളിച്ച് ചോദിക്കും നമ്മളോട്, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ നിങ്ങളുടേതായ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ 3 മണിക്ക് ഹോമം ചെയ്തു, പിന്നെ ഒരു 6 മണിയായപ്പോൾ പാല് കാച്ചി. ഇന്നിപ്പോൾ നാളെയാണ് നിങ്ങളുടെ ഔദ്യോഗിക പരിപാടി നടക്കുക. അപ്പോൾ എല്ലാവരും വീണ്ടും മുണ്ടക്കൈ ചുരൽമല വില്ലേജ് റോഡ് എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. ആ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അവരൊക്കെ കണ്ടാൽ നല്ല സന്തോഷമാണ്. കുറേ ആയിട്ട് ഇപ്പോൾ അവരൊന്നും ആരും അങ്ങനെ അടുപ്പിച്ച് കാണുന്നില്ലല്ലോ. പല സ്ഥലത്തും പല ആൾക്കാരും എസ്റ്റേറ്റിൽ പണിയുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പുറത്താണ്. അതുകൊണ്ട് അവരെ നാളെ കാണാം, അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഴയതുപോലെ ആ ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെ തിരിച്ചു വരികയാണ്. നമ്മുടെ പരിസരത്ത് നമ്മളെല്ലാവരും അറിയുന്നവരാണ്, നമ്മളെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു വിഷമമല്ല, ദൂരമാണ് എന്നുള്ളൊരു വിഷമമില്ല. വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ വീടുകളിലേക്ക് മാറുകയാണ്. നാളെയാണ് ഇവരുടെ എല്ലാവരുടെയും ചേർന്നുകൊണ്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് 2ാം ഘട്ട വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഇവരുടേതായ ചടങ്ങുകളൊക്കെ നടത്തിയിട്ടാണ് ഈ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ വീട്ടുകാരും പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നിർബല, മീഡിയ 1 വയനാട്.